12,000 തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കിട്ടിയതിൻ്റെ ഫലം ലഭിച്ചതിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അത് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞത് നമ്മെ അറിയിക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട് ആ വിഷയം കാണുമ്പോൾ. കാരണം ഒരു അമല് പറഞ്ഞ് അത് ചെയ്തിട്ട് അതിൻ്റെ ഫലം ലഭിക്കുക എന്നുള്ളത് അത് അവർ ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥതയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വന്ന ഒരു ഫോൺ കോള്, ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ തന്നെ കാരണം അതായത് 12 വർഷമായിട്ട് അവർ വിൽക്കാൻ വേണ്ടി വെച്ച തൊടുപുഴയിലുള്ള ഒരു സ്ഥലം. തൊടുപുഴക്കാരാണ് അവർ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസുകളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ്. അങ്ങനെയാണ് അവർ 12,000 ബിസ്മി ചൊല്ലുന്നതിൻ്റെ അമൽ അവർ മനസ്സിലാക്കുന്നത്. അവർ നമ്മെ കോണ്ടാക്ട് ചെയ്യുകയും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന രൂപം അവർ ചോദിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ രൂപം പറഞ്ഞു കൊടുക്കുകയും അത് അതേപോലെ തന്നെ അവർ ചൊല്ലുകയും അത് പൂർത്തിയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, പൂർത്തിയാക്കിയ ഉടനെ തന്നെ നിങ്ങളിതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടുമെന്നല്ല, അതോടുകൂടി നിങ്ങളുടെ അമല് പൂർത്തിയായി. ഇനി ഇൻഷാ അല്ലാഹു അതിലേക്കുള്ള കാര്യങ്ങൾ എളുപ്പമാക്കും. 1 മാസം കഴിഞ്ഞില്ല, അതിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ലൊരു പാർട്ടി വന്ന് അവർ ഉദ്ദേശിച്ചതിലുപരി നല്ലൊരു വില അവർക്ക് ലഭിച്ചത് അവർ വിറ്റു. അത് ആ ഒരു ക്യാഷ് ഉപയോഗിച്ച് അവർ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതേപോലെ തന്നെ അവർക്ക് വലിയൊരു കടമുണ്ട്, ആ ബാധ്യത അവർ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അവർ ആ വിഷയം നമ്മോട് പറഞ്ഞപ്പോൾ അവർ മുമ്പ് അയച്ച വോയിസ് മെസ്സേജ് ഡിലീറ്റ് ആയിട്ടില്ലായിരുന്നു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ആളുകൾക്ക് 8 വർഷമായിട്ട് വിവാഹം ശരിയാവാത്ത ഒരു കുടുംബം ഇപ്പോൾ അവരുടെ വോയിസ് ഞാൻ കേട്ടിട്ടുള്ളൂ. അൽഹംദുലില്ലാ, അവരും ആ വിഷയം അവർക്ക് നല്ലൊരു ഇണയെ കിട്ടിയ, നല്ലൊരു വിവാഹം ശരിയായത്, അതിൻ്റെ വിവാഹ ഡേറ്റൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ റാഹത്തോടുകൂടെ അത് നല്ല സന്തോഷത്തോടുകൂടെ ആ വിവാഹം നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഞാൻ നേരത്തെ തൊടുപുഴയിലുള്ള ആ സ്ഥലവുമായി ബന്ധപ്പെട്ട അവർ വീണ്ടും ബിസ്മി ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് ആ ഹജ്ജിന് പോകുന്ന വിഷയം കൂടെ ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ പടച്ച റബ്ബ് കാണുന്നുണ്ടത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അത്രയും വലിയ ഫലമുള്ള ഒരു അമലാണ് ആ ബിസ്മിയുടെ അമല്. ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും നേരിട്ട് വിസിറ്റ് ചെയ്യാനുള്ള, സന്ദർശിക്കാനുള്ള, നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്നാണ് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പോൾ ഇതിൽ ഒഴിവുള്ളത് ജനുവരി 23 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ജനുവരി 23 ആ ചൊവ്വാഴ്ച ദിവസം കാണാൻ വരുന്നവര് ഇപ്പോൾ തന്നെ അവര് വാട്സാപ്പിൽ എഴുതിയിട്ട് നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ ഡീറ്റെയിൽസും ആരൊക്കെയാണ് വരുന്നതും എന്താണ് വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് നമ്പറിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുകയും എന്തെങ്കിലും ഡേറ്റിൽ മാറ്റമുണ്ടെങ്കിൽ അത് അറിയിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മോട് പറയാതെ, ഞാൻ പലപ്പോഴും ഈ സ്ഥലം പറഞ്ഞു തരാത്തത്, പല ആളുകളും പലപ്പോഴും നമ്മളെ കാണുന്നിടത്തുനിന്ന് മറ്റു സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് അവർക്ക് അവരുടെ കാര്യം സാധിക്കാതെ പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമാണ്. കാരണം വന്നിട്ട് മടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയം ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റിയടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി, വീടിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാവപ്പെട്ട ഉമ്മ അവരുമായി ബന്ധപ്പെട്ട ഒരാളുടെ കൈവശം ഒരു സ്വതക്ക കൊടുത്തയച്ചിട്ട് അവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ പല ആളുകളും നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഏത് ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്നത്, അപ്പോൾ ആ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടുന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു കാണൽ മാത്രം ആ സമയത്ത് നടക്കുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ആ സമയത്ത് പറയലും അതിൻ്റെ വിഷയങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തലൊന്നും അപ്പം നടക്കില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ജനുവരി 23 ചൊവ്വാഴ്ച. അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാം. അപ്പോൾ വരും എന്ന് ഉറപ്പുള്ളവർ മാത്രം. കാരണം നിങ്ങൾ വെറുതെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് അന്ന് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വരും എന്ന് ഉറപ്പുള്ളവർ, അന്നത്തെ ദിവസം ഒഴിവുള്ളവർ, അത്യാവശ്യമുള്ളവർ മാത്രം ജനുവരി 23-ാം തീയതി ചൊവ്വാഴ്ചത്തേക്ക് ഇപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതി അറിയിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയിച്ച് ബുക്ക് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്.
അവർക്ക് അവരുടെ നമ്പർ ഇവിടെ സേവ് ചെയ്ത് വെക്കും. ഇനി നിങ്ങൾ ഒരു തടസ്സവും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇവിടുന്ന് ഇതിന്റെ ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾ അറിയിക്കും. അന്നത്തെ ദിവസം എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് അറിയിച്ചു തരും. അതുകൊണ്ട് ഡേറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഡേറ്റ് ഏറ്റെടുക്കാതെ നിങ്ങൾ ആരും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ 12,000 ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാല് അത് വലിയൊരു അമലാണ് പ്രിയമുള്ളവരെ. ബിസ്മി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് തൗറാത്തിലും ഇൻജീലിലും സബൂറിലും വിശുദ്ധ ഖുർആനിലും കോമണായി യൂസാക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും കോമണായി ഉപയോഗിക്കപ്പെട്ട വലിയ പവർഫുൾ ആയിട്ടുള്ള മഹത്വമുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ ആകാശവാസികൾ സന്തോഷിക്കും, ശൈത്വാനൊക്കെ മുഖം കുത്തി വീഴും. അതാണ് ബിസ്മിയുടെ മഹത്വം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ആ ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ കാവലിലായിരിക്കും അവന്. ഉറങ്ങാൻ കിടക്കുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 21 പ്രാവശ്യം ചൊല്ലിയാൽ ആ ദിവസം മുഴുവനും അള്ളാഹുവിന്റെ കാവലിലായിരിക്കും. അപ്പൊ നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അമൽ അതൊന്നുമല്ല. അത് ഞാൻ ഒരാവർത്തി കൂടെ പലരും ആ വീഡിയോ കാണാത്തതുകൊണ്ടാണ് എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അമൽ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള, ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുള്ള, മഹാന്മാർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള, എൻ്റെ ശബ്ദം കേട്ടിട്ട് തന്നെ എൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിരവധി ആളുകൾ ചെയ്ത, ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം ലഭിച്ച വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമല്. ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ കമന്റ് സെഷൻ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അത്രയും ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമല് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹാന്മാർ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ കുറിച്ച് പറഞ്ഞത് ആയത്തുൻ തളമ്മനത്ത് ബിഹി ശറഅ. ഈ ശറഇന്റെ എല്ലാ കാര്യങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ എല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുള്ളതെല്ലാം അതിന്റെ ബായിലുണ്ട്. ബിസ്മിക്ക് വലിയ മഹത്വമാണ് പ്രിയമുള്ളവരെ. 19 ഹർഫുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതില്. 19 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ നരകത്തിലെ കാവൽക്കാരുടെ എണ്ണം അത് 19 ആണ്. നരകത്തിലെ സബാനിയത്തിന്റെ മലക്കുകളുടെ എണ്ണം 19 ആണ്. അപ്പോ ബിസ്മിയിലെ ഓരോ ഹർഫുകളും ആ 19 ആ കാവൽക്കാരെ തൊട്ടുള്ള ആ 19 തൊട്ടുള്ള കാവലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവിതത്തില് ജീവിത വിജയം ആഗ്രഹിക്കാൻ കൊതിക്കുന്നവരൊക്കെ, ജീവിത വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി. അതിനത്രമേൽ പ്രാധാന്യമുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 തവണയായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ ഇറക്കി കൊടുത്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിസ്മിയുടെ മഹത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഏതു സമയത്തും നാം ചൊല്ലേണ്ടതാണ്. ബിസ്മി അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം, അത് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലണം. ഏതു നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ആ നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലണം. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങപ്പെടാത്ത ഏതു കാര്യവും ബറക്കത്തില്ലാത്ത കാര്യമാണ്. അത് നാശമുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകൂല എന്നൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാം ഏതു നല്ല കാര്യങ്ങളും, അപ്പൊ അതിനർത്ഥം എന്താ? ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റാവുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഏതു നല്ല കാര്യവും ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ചൊല്ലണം. ഞാൻ അമല് പറയുന്നുണ്ട്, ഞാൻ അതിന്റെ മുമ്പ് ബിസ്മിയെ കുറിച്ച് കുറച്ച് പറയാണ്. ഏതു നല്ല കാര്യവും ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലണം. അപ്പോ ഏത് നല്ല കാര്യം എന്ന് പറഞ്ഞാല് ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റുന്ന കാര്യമേ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റൂ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാല് നമ്മളിപ്പം കള്ളുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കള്ളുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കള്ളുടിക്കാൻ പാടില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ബിസ്മി തുടങ്ങിയിട്ട് ഈ കള്ളു കുടിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. അപ്പോ ഏതു നല്ല കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയാണ് ചൊല്ലേണ്ടത്. അത് നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ ചൊല്ലണം. അത് നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം.
നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരോട് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ശീലിപ്പിക്കണം. ഉപ്പയായ നാം, ഉമ്മയായ നാം അത് ഉറക്കെ നമ്മുടെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ ഉറക്കെ ചൊല്ലണം. കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന സമയത്ത്, പാലെടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ആ ബിസ്മി ചൊല്ലുന്നത് നമ്മുടെ ആ ഫീഡിങ് ചെയ്യുന്ന ആ ബോൺ ബേബിയും കേൾക്കണം. അങ്ങനെ ഈ കുട്ടികളുടെ ചെവിയിൽ ഇത് കേൾക്കും വേണം. നമ്മളിത് നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ പറയും വേണം. അങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ ആ സുന്നത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ, ചുണ്ടുകൾ അനക്കിയാൽ പോരാ, നമ്മുടെ ശരീരം കേൾക്കണം. അത്തഹയ്യാത്ത് ചൊല്ലുന്ന സമയത്ത് അത്തഹയ്യാത്ത് അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. അത്തഹയ്യാത്ത് നിർബന്ധമാണല്ലോ. ഫാത്തി ഓതുമ്പോൾ എല്ലാവരും കേൾക്കുന്ന രൂപത്തിലല്ല, നമ്മുടെ സ്വശരീരം കേൾക്കുന്ന രൂപത്തിൽ ഉച്ചത്തിലാക്കുമ്പോഴാണ് അത് ശരിയാവുള്ളൂ. അതേപോലെ ഒരു സുന്നത്തായ കർമ്മം നാം ചെയ്യുമ്പോൾ ആ സുന്നത്തിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സുന്നത്ത് എന്താണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്ന നമ്മുടെ ശരീരം കേൾക്കണം. അപ്പോൾ ഒരാൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുമ്പോൾ വായ ചലിപ്പിക്കുക, അതേപോലെ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പോരാ, നമ്മുടെ ശരീരം കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ, അത് വലിയ ഉച്ചത്തിലല്ലല്ലോ, ആ ഉച്ചത്തിലെങ്കിലും ഇത് ചൊല്ലണം. അപ്പോൾ ഏതു കാര്യത്തിനും ബ്രസ്റ്റ് ഫീഡിങ് നടത്തുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ, ഏതു നല്ല കാര്യമുണ്ടോ ആ നല്ല കാര്യം ചെയ്യുമ്പോഴെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അപ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമേ ചെയ്യാവൂ, അതെല്ലാത്തേ ചെയ്യരുത്. കാരണം കള്ളുടിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളുടിക്കാൻ പറ്റൂല. എന്താ പറ്റാത്തത്? അത് കുടിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം പറ്റൂല. എന്തുകൊണ്ട് ബിസ്മി എല്ലാം പറ്റൂല? ബിസ്മി നല്ല കാര്യം ചെയ്യുമ്പോഴാണ് ബിസ്മി തുടങ്ങേണ്ടത്. അപ്പോൾ ഈ കള്ളുടി നല്ല കാര്യമല്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ആ ഒരു ബിസ്മിയുടെ മഹത്വമാണ് നമ്മൾ, അതിൻ്റെ ഒരു അമലാണ്, ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു അമലാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ വെക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതിനനുസരിച്ച് അമൽ ചെയ്താൽ നല്ല ഫലം കിട്ടും. അതുകൊണ്ട് എന്താണ് ആ ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഒരു ഫാമിലിക്ക് അവർക്ക് അവരുടെ പ്രവാസ ലോകത്തൊരു പ്രൊമോഷൻ കിട്ടിയത്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് ഒരു പ്രാവശ്യം ഈ ബിസ്മിയുടെ അമൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് അടുത്ത കാര്യത്തിന് വേണ്ടി വീണ്ടും തുടങ്ങിയവരുണ്ട്. അങ്ങനെ 3 or 4 തവണ അതിന്റെ ഫലം കണ്ട് അനുഭവിച്ചറിഞ്ഞ് ചെയ്തവരുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അമലിലുള്ളത് പോലെ ചെയ്ത ഉടനെ തന്നെ ഇതാ എൻ്റെത് കഴിഞ്ഞു, അതാ കിട്ടി എന്ന രൂപത്തിലല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി, നിങ്ങളുടെ ആ അമല് നിങ്ങൾ ചെയ്ത് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് അത് വളരെ വൈകാതെ നിങ്ങളിലേക്ക് എത്തും. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? അത് ഇതിങ്ങോട്ട് ചെയ്ത് കഴിയലോടുകൂടെ ഇതാ എനിക്ക് കിട്ടി എന്ന രൂപത്തിൽ ആ ധൃതി പാടില്ല കേട്ടോ. ധൃതി, പൊതുവിലുള്ള ധൃതിയൊക്കെ ശൈത്വാനിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പൊ ധൃതി പാടില്ല. അൽ-അജലത്തു മിന ശൈത്വാൻ എന്ന് കേട്ടിട്ടില്ലേ? അത് ശൈത്വാന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പൊ കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ അതിന്റെ അമൽ ചെയ്തു, അതിൻ്റെത് കിട്ടും എന്നുള്ളതാണ് അതിനർത്ഥം. ഈ ബിസ്മിയെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത്, വല്ല ഒരുത്തനും ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ അമൽ കേട്ടോ, വല്ല ഒരുത്തനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ ചൊല്ല. ഓരോ 1000-ന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 12,000 പൂർത്തിയാക്കി. അപ്പോൾ ഒന്നും കൂടെ 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഓരോ 1000-ന് ശേഷവും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അവന്റെ ആവശ്യത്തിന് പറയുക. അപ്പോൾ അല്ലാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പറയുക. പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് തുടരുക. അങ്ങനെ രണ്ടാമത്തെ 1000 തുടങ്ങി. രണ്ടാമത്തെ 1000 പൂർത്തിയായതിനു ശേഷം അവന് സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എന്നിട്ട് അവന്റെ ആവശ്യത്തിന് അവൻ അല്ലാഹുവിനോട് പറയാ. എന്തായിരിക്കും ആവശ്യം? അല്ലാഹു, എൻ്റെ മോളുടെ വിവാഹം 8-9 വർഷമായി ഇതുവരെ ശരിയായിട്ടില്ല. എൻ്റെ മോൾക്ക് നല്ലൊരു ഇണ അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുവേ, എൻ്റെ വീടിന് തറയിട്ടിട്ട് ഒരുപാട് കാലമായി റബ്ബേ, എനിക്കതിൻ്റെ വീട് പണി പൂർത്തിയാക്കാനുള്ള വഴി തുറന്നു തരണേ. നീയത്താണ് ഞാൻ പറയുന്നത്. അത് അല്ലാഹുവിനോട് പറയാ. അങ്ങനെ എന്താണ്, നല്ല ജോലി ലഭിക്കാനാണെങ്കിൽ അത് പറയാ, മക്കൾ നന്നാവാനാണെങ്കിൽ അത് പറയാ, അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അത് പറയാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്ത് എന്താവട്ടെ അത് റബ്ബിനോട് പറയാ. അപ്പൊ പറയേണ്ട രൂപം, അപ്പോൾ 1000 തവണ കഴിഞ്ഞു, സ്വലാത്ത് ചൊല്ലി ഈ ആഗ്രഹം ഇതുപോലെ പറഞ്ഞു, അല്ലാഹു എനിക്ക് നല്ല ആ വീട് പൂർത്തിയാക്കാനുള്ള വഴി തുറന്നു തരണേ,
2000 പ്രാവശ്യമല്ലോ തുടങ്ങി. അത് കഴിഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം എന്ന് പറഞ്ഞു. ആവശ്യത്തിന് അള്ളാഹുവിനോട് പറഞ്ഞു. അങ്ങനെ മൂന്നാമത് തുടങ്ങി. അങ്ങനെ ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തിയാകുന്നത് വരെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഖുളിയത്ത് ഹാജത്തുഹു, അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇതിനുകൊണ്ട് അത് പൂർത്തിയാക്കപ്പെടും, അത് പൂർത്തീകരിക്കപ്പെടും, അത് വീട്ടപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അതേപോലെ തന്നെ ഇത് ചെയ്യേണ്ട ഒരു കൃത്യമായ രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് ചെയ്യേണ്ടത്. അപ്പൊ വെള്ളിയാഴ്ച പകലിൽ ചെയ്യുമ്പോൾ, വെള്ളിയാഴ്ച രാവിലെ ചെയ്യുമ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു 11 രൂപ അത് പ്രത്യേകം നല്ല നിയ്യത്തോടുകൂടെ മനസ്സിൽ കരുതിയിട്ട് ഒരു 11 രൂപ പള്ളിയിലുള്ള ബോക്സ് ഉണ്ടാവും, നേർച്ചപ്പെട്ടി ബോക്സ്. ആ ബോക്സിൽ, പള്ളിയിലുള്ള ബോക്സിൽ അത് നിക്ഷേപിക്കും. അത് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അങ്ങനെ സ്വതക്ക നൽകിയിട്ട് ആ സ്വതക്ക ഒരു 11 രൂപ അതിലിട്ട് വെക്കുക. അതിലിട്ട് വെച്ച് ഉടനെ തന്നെ ബിസ്മി ചൊല്ലി തുടങ്ങുക. അതായത് അതങ്ങനെ ആ ഒരു സ്വതക്കയുടെ തൊട്ട് ശേഷമായിട്ട് അതിനോട് മുക്കാരിനായിട്ടെന്ന് പറയും, അതിനോട് അന്വയിച്ച് കൊണ്ടുവരുന്ന ആ ബിസ്മിയാണ്. അപ്പൊ അതിന് വളരെ എഫക്റ്റീവ് ആയിരിക്കും അത്. അപ്പൊ എങ്ങനെ വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവിലോ ഒരു 11 രൂപ കൃത്യമായി എടുത്ത് നല്ല നിയ്യത്തോടുകൂടെ പള്ളിയുടെ ആ ബോക്സിൽ നിക്ഷേപിക്കുക. അതിനോട് കൂടെ തന്നെ മുഖാരിനായിട്ട് ആ തുടരെയായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിത്തുടങ്ങുക. അങ്ങനെ ചൊല്ലിത്തുടങ്ങി കഴിഞ്ഞ് പിന്നെ അത് സൗകര്യം പോലെ പൂർത്തീകരിക്കാം. എപ്പോഴാണോ ഇതിൽ പലരും ചോദിക്കുന്നത് ഒരു ദിവസം അത് ഇത്ര എണ്ണം പൂർത്തീകരിക്കണം എന്നുണ്ടോന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഇത്ര എണ്ണം പൂർത്തീകരിക്കണം എന്നില്ലേ ഇല്ല. അത് എന്താണ് അതിലുള്ള ഷർത്ത്, അതിലുള്ള ഉപാധി, കണ്ടീഷന്, അത് 12,000 എണ്ണം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ. അവർ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവര് പള്ളിയിലേക്ക്, ആൺകുട്ടികളോ അവരുടെ ആരെങ്കിലുമൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ 11 രൂപ ബോക്സിലിടാൻ വേണ്ടി പറയാം. അങ്ങനെ തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ, ഏത് ദിവസം തുടങ്ങാം. നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ തന്നെ തുടങ്ങണമെന്നില്ല, ഏത് ദിവസവും തുടങ്ങാം. ഏത് ദിവസം തുടങ്ങിയാലും നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം കിട്ടിയതൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലും. എന്നെ ഫോൺ വിളിച്ചറിയിച്ച ആളുകൾക്കൊക്കെ ഞാൻ ഈ രൂപത്തിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ അനുഭവം അനുഭവിച്ചറിഞ്ഞവരാണ് ഈ പറഞ്ഞിട്ടുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് 12,000 തവണ പൂർത്തിയായി. ആ 11,999 12,000 അങ്ങോട്ട് പൂർത്തിയാകുമ്പോഴേക്ക് കിട്ടുന്നൊന്നല്ല ടൈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും ആരും മനസ്സിലാക്കരുത്. അതിനൊക്കെ ഒരു ഖളാഉം കൂടെയുണ്ട്. അപ്പോൾ ആ സമയം അത് അമല് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിലേക്ക് അത് എത്തിക്കഴിയും. അത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ബിസ്മിയുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങിപ്പോകൂല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അടുത്തൊരു കിഡ്നി രോഗിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്താണ് നമ്മുടെ കിഡ്നി, അല്ലേ? അതിന്റെ ഒരു വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സമീപ സമയത്തുള്ള വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഞാനൊരു ഉസ്താദിന്റെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഉസ്താദിന്റെ ട്രീറ്റ്മെന്റിലേക്ക് ഒരു സംഖ്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളൊക്കെ അത് നൽകി നമ്മളെ ഉസ്താദിനെ കൊണ്ടേ കൊടുത്തു. ഉസ്താദിന് വലിയ സന്തോഷമായി. കാരണം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ കിട്ടിയ ആ സംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമാണ്. അവരുടെ ചികിത്സക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ നൽകിയ സ്വതക്കകൾ അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ ഇങ്ങനെ ഈ സ്വതക്കകൾ നൽകിയതിന്റെ ഫലമായിട്ട്, ഇതൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്കൊക്കെ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആ ഉസ്താദിന് അല്ലാഹു നല്ല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിഅമത്താണ് കിഡ്നി. ഈ കിഡ്നി ഫെയിലായി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഈ കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് വീക്കായി പോയി. പിന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. അപ്പൊ അള്ളാഹു നൽകിയ ഒരു നിഅമത്താണ് ഈ കിഡ്നി നല്ല വർക്കിംഗ് കണ്ടീഷനിൽ അത് നല്ല പ്രവർത്തനക്ഷമതയോടുകൂടെ നിലനിൽക്കുക എന്നുള്ളത്. അപ്പൊ ആ കിഡ്നി എന്നുള്ള
എന്നുള്ള ആ നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന നിഅമത്ത്, കാഴ്ച എന്ന് പറയുന്ന നിഅമത്ത് അത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേൾവി ശക്തി എന്ന് പറയുന്ന അനുഗ്രഹം, അതാണല്ലോ നിഅമത്ത്, അത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തുടങ്ങി നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ടല്ലോ, എണ്ണിത്തീർക്കാൻ പറ്റാത്ത ആ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകാതെ അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ജീവിതത്തിൽ പതിവാക്കുക ധാരാളമായിട്ട്. എങ്ങനെ പതിവാക്കുക? ഭക്ഷണം കഴിക്കുമ്പോൾ, സുറുമയിടുമ്പോൾ, ഏതു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നല്ലതാണെന്ന് തോന്നുന്ന ഏതു കാര്യവും അത് ചെയ്യുമ്പോഴെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൃത്യമായി തന്നെ പറയുക. നമ്മുടെ മക്കളെ പ്രചോദിപ്പിക്കുക, അവരും ധാരാളമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയട്ടെ. അതുവഴി അവർക്ക് വലിയ ഫലം ലഭിക്കട്ടെ. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ബിസ്മി ചൊല്ലുന്നതിന്റെ പുറമെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാലുള്ള നേട്ടം എന്താ? അത് അള്ളാഹുവിന്റെ കാവല് നമുക്കുണ്ടാകും. അപ്പോൾ 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നതിൻ്റെ ഫലം ഈ പറഞ്ഞതാണ്. അതിന് വലിയ ഫലങ്ങളുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇന്ന് വന്ന റിസൾട്ട് 2 അനുഭവ ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരുപാട് അനുഭവങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റ് എഴുതിയിട്ട് പലർക്കും പറയാനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, 5 വഖ്ത് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവരിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പറയുമ്പോൾ എനിക്കും മാറ്റം ഉണ്ടാകണം അല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അല്ലേ? ഞാനും നന്നാവണം, നിങ്ങളും നന്നാവണം, കേൾക്കുന്ന നിങ്ങളിൽ മാറ്റം ഉണ്ടാകണം, തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കണം, ഹറാമിൽ നിന്ന് അകന്ന് നിൽക്കണം, 5 വഖ്ത് നിസ്കരിക്കണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഗാധമായി സ്നേഹിക്കണം. നമ്മൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ ഹറാമായ പാട്ട് സോങ്സുകൾ കേൾക്കാതെ, ഈ ചില വീക്ക്നെസ്സുള്ള ആളുകളുണ്ടാകും, ഈ പഴയ സോങ്സുകളൊക്കെ കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഹറാമ് കേൾക്കുന്ന ആളുകൾ, ഈ സിനിമ കാണുന്ന ആളുകൾ, ഫിലിമുകളൊക്കെ ഇറങ്ങിയ ഉടനെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആളുകൾ, ഇങ്ങനെ വെറുതെ സമയം കൊല്ലുന്ന ആളുകൾ, അവരൊക്കെ ഇൻഷാ അല്ലാഹ് ബുർദ കേൾക്കുക, ബുർദ എപ്പോഴും കേൾക്കുക, നല്ല നല്ല വാഴകൾ കേൾക്കുക, ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഈ ശബ്ദം കേട്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ ഈ സമയം ചെലവഴിക്കുന്നതും നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ നാളെ റബ്ബിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാവൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ആളുകളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.